എക്സാം ഉണ്ടോ ഇല്ലയോ ഈ കൺഫ്യൂഷനൊക്കെ ഇപ്പോൾ മാറിക്കിട്ടി അല്ലേ? ഓണം എക്സാം ഉണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ സിലബസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് രണ്ട് കാര്യങ്ങൾ കൺഫേംഡ് ആണ്. ഒന്ന്, ഓണം എക്സാം ഉണ്ട്. രണ്ടാമത്തേതായിട്ട് നമുക്ക് പഠിക്കാൻ തീരെ സമയമില്ല അല്ലേ? അപ്പോൾ അത് മിസ്സായിട്ട് ഇനിയിപ്പോൾ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൽ എൻ്റെ കുട്ടികളൊന്ന് കമൻറ്റ് ചെയ്യുക, ഇതിൽ എത്ര ആൾക്കാർ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി, എത്ര ആൾക്കാർ പഠിച്ചു തുടങ്ങിയിട്ടില്ല? ഇതെന്തിനാണ് ഞാൻ ചോദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോഴും പഠിച്ചു തുടങ്ങാത്ത മക്കളുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബോധം വരണം, ഞാനിപ്പോഴും പഠിച്ചു തുടങ്ങിയിട്ടില്ല, ഇനി എക്സാം ടൈമിൽ ലാസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പഠിച്ചു തീർക്കാൻ പറ്റില്ല എന്നുള്ളത്. കാരണം ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി, മാത്സ് ഈ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു തീർത്താൽ മാത്രം പോരാ, നമുക്ക് റിവിഷനും ചെയ്യണം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഇതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളൊന്നും കാണാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് ലൈവിൻ്റെ റെക്കോർഡിങ്സ് ഉണ്ട്. ആ റെക്കോർഡിങ്സ് പ്രോപ്പറായിട്ട് നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടൊക്കെ പഠിച്ചു തുടങ്ങിയെങ്കിൽ മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഇനി ഒരു ടൈം നമുക്ക് ഇതിനു വേണ്ടി മാറ്റി വെക്കാനില്ല. ഓക്കെ, അങ്ങനെ ക്ലാസ് കണ്ട് നിങ്ങൾക്ക് വർക്ക്ഷീറ്റൊക്കെ ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു തവണയെങ്കിലും നിങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ എക്സാം ടൈം ആകുമ്പോൾ നമുക്ക് റിവിഷൻ ചെയ്യുമ്പോൾ നമുക്കത് ഓർമ്മയുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എക്സാം ടൈം ആകുമ്പോൾ നമ്മളെപ്പോഴും ചാറ്റിൽ കേൾക്കുന്ന ഒരു കാര്യമാണ്, മിസ് പഠിച്ചതൊന്നും ഓർമ്മയില്ല, ഇതെല്ലാം മറന്നുപോയി. എന്തുകൊണ്ടാണ് നമുക്കത് ഓർമ്മയില്ലാത്തത്? നമ്മൾ ഫസ്റ്റ് ടൈം പഠിക്കുന്നതുകൊണ്ടാണ്. അല്ലെ, എക്സാം ഹാളിൽ എത്തുമ്പോൾ മറന്നുപോയി. എന്തുകൊണ്ടാണ്? നമ്മൾ ആദ്യമായിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മളുടെ എക്സാമിനറിൻ്റെ ബുക്ക് സെറ്റ് നമ്മുടെ ബാച്ചിലുള്ള മക്കൾക്ക് നമ്മൾ ഓഫർ പ്രൈസിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഓഫർ ഇന്ന് കൂടിയേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ ലേറ്റ് ആക്കാതെ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. 4999 ആണ് നമ്മുടെ ബാച്ച് ഫീ വരുന്നത്. ക്ലാസ്സുകൾ കണ്ടു തുടങ്ങാം. അതിനുശേഷമുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാനൊക്കെയുള്ള ലാസ്റ്റ് ടൈമാണ്. ഇനി നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, പഠിക്കാൻ നിങ്ങൾക്ക് പറ്റുമായിരിക്കും, പക്ഷേ സമയം ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് വേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങണം, എക്സാമിന് നല്ല മാർക്സ് വാങ്ങിക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.